ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാം. വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അച്ചാർ സ്റ്റോക്കില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുക്കുന്നത്. ഇത് വലിയ മാങ്ങ ആയതുകൊണ്ടാണ് പകുതി മാത്രം എടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതിൻ്റെ നേരെ പകുതി ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ഈ പകുതി മാങ്ങ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തു എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണമെന്നില്ല. ഒന്ന് നല്ലതുപോലെ വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മാങ്ങ കൂടി ചേർത്ത് അതും കൂടി വഴറ്റിയെടുക്കാം. ഇതിലിപ്പോൾ 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങയും കൂടി ചേർത്ത് ഒരു ഹാഫ് കുക്കാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകും. കൂടുതൽ ഉടയാത്ത രീതിയിൽ വേണം ഇത് വഴറ്റിയെടുക്കുവാൻ. ഇതിപ്പോൾ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവിനാവശ്യം അതിനനുസരിച്ച് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 കപ്പോളം വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ അച്ചാർ ഉണ്ടാക്കി നല്ലതുപോലെ ചൂടൊക്കെ ആറിയതിന് ശേഷം കട്ടി പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചാറ്റി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ലൂസാക്കി എടുക്കാം. ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലിലേക്ക് മാറ്റാം. ഇത് ഒരുപാട് ദിവസം കേടാകാതെ നിൽക്കും. ഇനി എന്തെങ്കിലും മോശമാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോ ഇടാനൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.